നമുക്കിപ്പോ ഒരു അതിഥിയും കൂടി ഉണ്ട് അല്ലേ? തീർച്ചയായും ഒരു അതിഥിയുണ്ട്. BCCIയുടെ മാച്ച് റഫറിയും പരിശീലകനുമായ പി രംഗനാഥൻ ചേരുകയാണ്. രംഗനാഥൻ സാർ നമസ്കാരം. എന്തായാലും നമ്മൾ ഈ കണക്കുകൾ പറയും, പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കണക്കുകൾ മുൻകാല ചരിത്രങ്ങളൊക്കെ പറയും. പക്ഷേ അതിലൊക്കെ ഒരു 2020 മത്സരത്തിലേക്ക് വരുമ്പോൾ അതിൽ എത്ര പ്രസക്തിയുണ്ട് എന്നത് ചോദിക്കേണ്ടതില്ല. കാരണം ഓരോ മത്സരവും പുതുമയുള്ളതാണ്. ഇന്നത്തെ മത്സരത്തെ എങ്ങനെ കാണും? നല്ലൊരു മത്സരം, പക്ഷേ മഴ, അതാണ് കാലാവസ്ഥ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ആ കടമ്പ തീർന്ന് പൂർണ്ണമായിട്ടും 20 ഓവർ മാച്ച് ഇന്ന് പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കുകയാണെങ്കിൽ നല്ലൊരു മത്സരം, നല്ലൊരു T20 ലോകകപ്പ്, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇന്ത്യ നേടിയ ഏഷ്യ കപ്പും കൊണ്ട് ഓടിയ ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് ലോകകപ്പ് കൊണ്ട് ഓടാനായിട്ട് ഒരു സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇന്ന് വിജയിച്ച് കൂടുതൽ, അതായത് ടോപ്പ് 8 വരണം. അതുകൂടാതെ ലോകകപ്പ് നേടണം. അതുകൊണ്ട് പ്രത്യേകിച്ചും പാകിസ്ഥാൻ എതിരെ കളിക്കുമ്പോൾ ഇന്ത്യക്കാർക്കുണ്ടാവുന്ന ഒരു ആവേശം, 140 കോടി ജനങ്ങളുടെ ഒരു ആവേശം, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ടീം ഇന്ത്യ അവർ ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് ഇന്ന് പുറത്തെടുക്കുന്നതിനെ പ്രതീക്ഷിക്കാം. എങ്കിലും കാലാവസ്ഥയുടെ ഒരു കാര്യം, ടോസിൻ്റെ ഒരു പ്രവണത, ഇതെല്ലാം മത്സരത്തിന് എങ്ങനെയാണ് ആ ഗതിയെ നിയന്ത്രിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഇന്നെല്ലാവരും ഉറ്റുനോക്കുന്ന ഈ മത്സരം തന്നെയാണ്. ലോകകപ്പ് ആര് നേടുന്നു എന്നല്ല, പക്ഷേ ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം അത് എല്ലാവരും ഉറ്റുനോക്കുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ തവണ നമ്മൾ ഏഷ്യ കപ്പിൽ കണ്ടത് ഒരു സമ്പൂർണ്ണ വിജയമാണ്. സമാനമായി ഏകദേശം തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘം തന്നെയാണ് ഇത്തവണ ലോകകപ്പിലേക്കും വന്നിരിക്കുന്നത്. നമ്മളെ ടീമിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഉസ്മാൻ താരിഖിൻ്റെ ഒരു മാറ്റം. ഉസ്മാൻ താരിഖിനെ ഇതുവരെ ഇന്ത്യ നേരിട്ടിട്ടില്ല. നമ്മൾ കൗതുകകരമായി കണ്ടത് ഈ പ്രാക്ടീസിനിടയിൽ ഉസ്മാനെ അനുസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു അനുകരിച്ചുകൊണ്ടൊക്കെ പന്തെറിയുന്നത് കണ്ടു. ഈ തരത്തിലൊക്കെ ഭയക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് ഈ ഷോർട്ട് ടൈമിലുള്ള ഒരു പരിശീലനമൊക്കെ ഗുണം ചെയ്യുമോ? ഇല്ല, ഇപ്പോൾ ഉസ്മാൻ താരിഖ് ആയാലും ഷാഹിൻ അഫ്രീദി ആയാലും ഇന്ത്യ ബാറ്റ് കൊണ്ടാണ് ഈ ബൗളറെ നേരിടുക. അപ്പോൾ ബാറ്റർമാരുടെ ഒരു ബാറ്റിൽ നിന്ന് പ്രവഹിക്കുന്ന റണ്ണ്, അതെനിക്ക് തോന്നുന്നു ഇന്ന് നല്ലൊരു തുടക്കം അത് അഭിഷേക് ശർമ്മയും കൂടാതെ ഇന്ന് അദ്ദേഹം കളിക്കുന്നു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഇഷാൻ കിഷനും ചേർന്നൊരു നല്ലൊരു പവർ പ്ലേ തുടക്കം, പിന്നീട് വരുന്ന ബാറ്റർമാർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് ഇവിടെ ബൗളർമാർക്ക്, പാകിസ്ഥാൻ്റെ ബൗളർമാർ നമ്മൾ അത്ര ഒരു പ്രശംസിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ വീണ്ടും പറയുന്നത്, ബാറ്റാണ് പന്തിനെ നേരിടുന്നത്. അപ്പോൾ ബാറ്റ് കൊണ്ട് ഇന്ത്യക്കാർക്ക് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് അതിൻ്റെ പ്രഹരം തീർച്ചയായിട്ടും പാകിസ്ഥാൻ ബൗളർമാർക്ക് നേരിടേണ്ടി വരും. അതുമാത്രമല്ല, ഇന്ന് ലോകകപ്പിൻ്റെ ആവേശമായിട്ടുള്ള ഈ മത്സരമായതുകൊണ്ട് ഇന്ത്യയുടെ പെർഫോമൻസ് മികവും പൂർണ്ണമായിട്ടും ഇന്ത്യൻ താരങ്ങൾ പുറത്തെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഈ അഭിഷേകിന്റെ പറഞ്ഞതുകൊണ്ടാണ്, അഭിഷേക് എന്തായാലും ഇന്നലെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അഭിഷേക് വരുമ്പോൾ സഞ്ജുവിന്റെ സ്ഥാനം ഉണ്ടാകില്ല. ഇവിടെ പലരും സഞ്ജുവിനെ വിമർശിക്കുന്നതുകൊണ്ട് ഈ അഗ്രസീവ് അപ്രോച്ച് വേണ്ടതില്ല, കാരണം കുറച്ച് സ്കോർ ചെയ്യാൻ ഒരു 50 ഒക്കെ എടുക്കാനുള്ള ഒരു ശ്രമം നടത്തണമെന്ന്. പക്ഷേ ടീമിൽ അത്തരത്തിൽ അഭിപ്രായമുണ്ടെന്ന് തോന്നിയില്ല. കാരണം ഗൗതം ഗംഭീറിന്റെ ഒക്കെ ഒരു ചില വീഡിയോ ഒക്കെ പുറത്ത് വന്നിരുന്നു. ആ അഗ്രസീവ് അപ്രോച്ചിനെ അഭിനന്ദിക്കുന്ന തരത്തിൽ. ഒരു പരിശീലകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള താരമാണ്. അതുമാത്രമല്ല, സഞ്ജു വി സാംസൺ ഏറെ പ്രതീക്ഷ, അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെ മികവും അതെല്ലാം പുറത്തെടുക്കേണ്ട സമയമായിരിക്കുന്നു. അത് അതിക്രമിച്ചിരിക്കുന്നു. കാരണം കിട്ടിയ അവസരം നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞ മത്സരവും ഇത്ര മനോഹരമായിട്ട് 3 സിക്സോടുകൂടി തുടങ്ങിയ ഒരു ബാറ്ററിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു 50 റൺസ് 60 റൺസ് അല്ലെങ്കിൽ ഒരു സെഞ്ചുറി അടിക്കാനായിട്ട് കിട്ടിയ ഒരു അവസരം, അതും അദ്ദേഹം ആ ഒരു ഷോട്ടിലൂടെ ഔട്ടായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഇന്നിങ്സ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഇവിടെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, പക്ഷേ ഒരു ഔട്ട് ഓഫ് ഫോം ഏതൊരു താരത്തിനും ഉള്ളതാണ്, അവരുടെ കരിയറിൽ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അത് മറികടക്കുക എന്നുള്ളതാണ് ഒരു താരത്തിൻ്റെ ഏറ്റവും ആവശ്യം. അത് അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് ഫോമിലോട്ട് വരാൻ സാധിക്കും. അതിനി അവസരം കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിരിക്കുന്നത്. തീർച്ചയായും ശ്രീ രംഗനാഥൻ, താങ്കൾ ഒരു മാച്ച് റഫറി എന്ന അർത്ഥത്തിൽ കൂടി കാണുകയാണ്. നമ്മൾ മത്സരത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ കൈകൊടുക്കുന്നത് നിലവിലൊരു വലിയ വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇന്ന് കൈകൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അതിപ്പോഴും ഈ ടോസിൻ്റെ സമയത്ത് മാത്രമേ അറിയാനുള്ളൂ. ഹർഷ ബോഗ്ലെ അടക്കമുള്ള ആളുകളൊക്കെ ഈ രാഷ്ട്രീയം അനാവശ്യമായി ഇതിൽ കടന്നു വരുന്നതിനൊക്കെ വിമർശിക്കുന്നുണ്ട്. താങ്കൾ ഈ വിവാദങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? മത്സരത്തിൽ കൈകൊടുക്കണോ വേണ്ടയോ? അല്ല, ഹസ്തദാനം പാകിസ്ഥാന് യോജിക്കുന്ന രീതിയിലല്ല. കാരണം അവർ ഈ ലോകകപ്പ് തന്നെ
ബംഗ്ലാദേശിനെ ഒരു താരത്തിനെ ഉൾപ്പെടുത്താതെ ബംഗ്ലാദേശ് ടീം തന്നെ മാറി നിന്നപ്പോൾ പാകിസ്ഥാനും മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞത് അവരുടെ ആ ഒരു സ്വഭാവമാണ് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടീമിന് അല്ലെങ്കിൽ ക്യാപ്റ്റന് ഹസ്തദാനം കൊടുക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം അവരായിട്ട് തന്നെ വീണ്ടും കളിക്കാൻ വന്നിരിക്കുന്നു. കാരണം ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നഷ്ടം അവർക്കറിയാം. അപ്പോൾ എല്ലാ രീതിയിലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഹസ്തദാനം കൊടുത്തുകൊണ്ട് എന്താണ് ഇന്ത്യക്ക് നേടുക? അവർ തന്നെയാണ് അത് വരുത്തി വെച്ചത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും അവർക്ക് ആതിഥ്യപരമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ലോകകപ്പ് ഇന്ത്യയിൽ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അഹമ്മദാബാദിലെ മത്സരമെല്ലാം. ഇന്ത്യയിൽ വന്നപ്പോഴും അവർക്കൊരുക്കിയ ആ ഒരു സ്വീകരണവും അവർക്കൊരുക്കിയ എല്ലാ പ്രവണത, പക്ഷെ അതൊക്കെ കളഞ്ഞു കുളിച്ച് വീണ്ടും പഴയ രീതിയിൽ അവരുടെ ഒരു മാറ്റം ഉണ്ടായത് പാകിസ്ഥാൻ്റെ ഒരു ശോചനീയമായ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ബംഗ്ലാദേശ് കളിച്ചില്ലെങ്കിൽ പാകിസ്ഥാന് മാറിയിരിക്കുന്നു. അതാണ് അവരുടെ ഒരു പ്രവണത. അപ്പം നമ്മൾ ഇതിൽ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഹസ്തദാനം കൊടുത്താലും അവർക്കൊരു അർഹിക്കുന്ന രീതിയിൽ അല്ല അവരുടെ പെരുമാറ്റം ഇതുവരെ നടന്നിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ അധികം വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നതാണ് താങ്കളുടെ അഭിപ്രായം. എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് നല്ലൊരു മത്സരത്തിന് തന്നെയാണ്. ഇന്ന് ആ മത്സരം ഉണ്ടാകും. ഈ മഴ ഭീഷണിയൊക്കെ മാറി ഒരു 20 ഓവർ മത്സരം രണ്ടുപേർക്കുമുള്ള തരത്തിൽ ഒരു 40 ഓവർ മത്സരം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ രംഗനാഥൻ നമ്മോടൊപ്പം ചേർന്നതിന്. എന്തായാലും എല്ലാവരും